പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ചേലക്കര മേഖലയിലെ നിരവധി ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. ഹോട്ടൽ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ വരുമാന മാർഗമാണ് ഇല്ലാതാകുന്നത്. ഇത് തിരുവില്ലോമല ഗോപിക ബസ് സ്റ്റോപ്പിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്ന സുന്ദരൻ പൂളയ്ക്കൽ. പലഹാരങ്ങൾ വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന സുന്ദരനെന്ന് പ്രതിസന്ധിയുടെ നടുക്കടലിലാണ്. പാചകവാതകം ലഭ്യമല്ലാതായതോടെ ഉപജീവനമാർഗം വഴിമുട്ടി. ഹൃദയസംബന്ധമായ അസുഖമുള്ള 70-നോടടുക്കുന്ന സുന്ദരൻ 2 വർഷം മുൻപാണ് ജീവിതോപാധി എന്ന നിലയിൽ വഴിയോര കച്ചവടം തുടങ്ങുന്നത്. അസുഖബാധിതയായ ഭാര്യയും സഹായത്തിനുണ്ട്. മിതമായ രീതിയിൽ കച്ചവടം നടന്നു വരുമ്പോഴാണ് യുദ്ധം ഇടുത്തിയായി മാറിയത്. ബൈപ്പാസ് കഴിഞ്ഞുകൊണ്ട് ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോ എന്റെ ഒരു ജീവിതമാർഗം. എന്നെ പോലെ ഒരുപാട് വഴിയോര കച്ചവടക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ജീവിച്ചു പോരുന്നത്. ഇതുകൂടാതെ വേറൊരു തൊഴിൽ ചെയ്യുന്നതിന് ആരോഗ്യം അനുവദിക്കുന്നില്ല. ഇപ്പോൾ വീട്ടിൽ വിറകടുപ്പിൽ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ വരുമാനം കുറഞ്ഞു. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന ആശങ്കയിലാണ് സുന്ദരനെ പോലുള്ള നിരവധി സാധാരണ കച്ചവടക്കാർ. TCV ന്യൂസ്, ചേലക്കര.